ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളൊരു ചാപ്റ്ററുമായിട്ടാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. സോ നമുക്ക് അതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സോ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് സോളിനോയിഡ്സ്. സോളിനോയിഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ സോളിനോയിഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ എടുക്കാമെന്ന് വിചാരിക്കുക. ഒരു വയർ എടുക്കുകയാണ്, കണ്ടക്റ്റിംഗ് വയർ എടുക്കുകയാണ്. അതിനെ നമ്മളൊരു PVC പൈപ്പിൻ്റെ ചുറ്റും ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്പ്രിങ്, ഒരു സ്പ്രിങ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഷേപ്പിൽ നമ്മൾ ചുറ്റി കൊടുക്കുകയെന്ന് വിചാരിക്കാം. അങ്ങനെ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ എന്നിട്ട് നമ്മൾ ആ PVC പൈപ്പ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ദ ഷേപ്പ് ദാറ്റ് വി ഗെറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളിനോയിഡ് എന്ന് പറയുന്നത്. യു ക്യാൻ സി ആൻ ഇൻസുലേറ്റഡ് കണ്ടക്ടർ വോണ്ട് ഇൻ എ സ്പൈറൽ ഷേപ്പ് ഇസ് എ സോളിനോയിഡ്. ഒരു ഇൻസുലേറ്റഡ് കണ്ടക്ടർ എന്തിൻ്റെ ഷേപ്പിൽ? ഒരു സ്പ്രിങ്ങിൻ്റെ ഷേപ്പിലാണ് നമ്മൾ ചുറ്റിയെടുക്കുന്നത്. അതിന് നമ്മൾ എന്ത് പറയും? സോളിനോയിഡ് എന്ന് പറയും. ഇനി ഈ ഓരോ ചുരുളിൻ്റെയും എന്താണ് സെൻറ്റർ എന്ന് പറയുന്നത്? എല്ലാത്തിൻ്റെയും സെൻറ്റർ ഒറ്റ ലൈനിലായിരിക്കും ഉണ്ടാവുക. സെയിം സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. എല്ലാ ഒറ്റ സർക്കിളുകൾ പോലെ നമ്മൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ എല്ലാത്തിൻ്റെയും സെൻറ്റർ ഒറ്റ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് പോർഷൻ നോക്കുകയാണ്. നമ്മളിതിനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവാണ്. ഒരു സോളിനോയിഡ് എടുത്തു, അതിന് നമ്മളൊരു സ്വിച്ചും ബാറ്ററിയും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ സ്വിച്ച് ഓൺ ആക്കുവാണ്. അതിൻ്റെ ചുറ്റും നമ്മൾ എന്ത് വെക്കുകയാണ്? സോളിനോയിഡിൻ്റെ ചുറ്റും നമുക്ക് കുറച്ച് കോമ്പസുകൾ വെക്കാം, മാഗ്നറ്റിക് കോമ്പസുകൾ വെക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, കറണ്ട് ഒരു കണ്ടക്ടറിൽ കൂടെ കടന്നു പോകുമ്പോൾ ദാറ്റ് ഹാസ് എ കപ്പാസിറ്റി ടു ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ക്യാൻ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യും? അതിന് ചുറ്റും ഈ സോളിനോയിഡ് അതിൻ്റെ ചുറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡും നമ്മുടെ കോമ്പസുകളുടെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ എന്ത് ചെയ്യും? ദർ വിൽ ബി എ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദം. അവർ തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഇൻട്രാക്ഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് അവിടെ കോമ്പസിനകത്ത് എന്ത് കാണാൻ പറ്റും? ഒരു ഡിഫ്ലക്ഷൻ കാണാൻ പറ്റും. കോമ്പസുകളുടെ ഉള്ളിൽ ഡിഫ്ലക്ഷൻ കാണാൻ പറ്റും ബിക്കോസ് ഓഫ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ്സ്. ഇനി നമ്മൾ ഈ സെയിം സോളിനോയിഡിൻ്റെ എന്ത് കൂട്ടാണ്? നമ്പർ ഓഫ് ടേൺസ്, ആ ചുരുളുകളുടെ എണ്ണം നമ്മൾ കൂട്ടാണ്. നമ്പർ ഓഫ് ടേൺസ് നമ്മൾ കൂട്ടാണ്. എങ്ങനെ കൂട്ടാൻ പറ്റും? കുറച്ചും കൂടെ നീളമുള്ള ഒരു വയർ എടുക്കുക, അതിനെ കുറച്ചും കൂടെ ചുറ്റുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കുറച്ചും കൂടെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിട്ടുള്ള സോളിനോയിഡ് നമുക്ക് കിട്ടും. ആ കേസിൽ ഈ സെയിം എക്സ്പെരിമെൻറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് നമ്മൾ കോമ്പസുകൾ വെക്കുന്നു, ഒരു ബെൽ സ്വിച്ചും അതുപോലെ തന്നെ നമ്മളൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിലെ ഡിഫ്ലക്ഷൻ നോക്കുവാണെങ്കിൽ ഇൻ ദിസ് കേസ് എന്തായിരിക്കും ഒരു ഇൻഫറൻസ് അല്ലെങ്കിൽ കൺക്ലൂഷൻ? നമുക്ക് ഒബ്സർവേഷൻ എന്തായിരിക്കും അവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടിയത് കൊണ്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. സോ ദ ഡിഫ്ലക്ഷൻ വിൽ ബി ഗ്രേറ്റർ. അവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ട് കാര്യം. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പോൾ നമുക്കിവിടെ കാണാം, ഇതാണ് ഫസ്റ്റ്, ഇവിടെ സോളിനോയിഡ് വെച്ചു. സോളിനോയിഡിന് രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്ത്? നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിട്ടുള്ള ഒരു സോളിനോയിഡിനെ വെച്ച് കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇതിൻ്റെ ഉള്ളിൽ ഒരു സോഫ്റ്റ് അയൺ കോർ, പച്ചിരമ്പിന് നമ്മൾ വെക്കുകയാണ്. സോഫ്റ്റ് അയൺ കോറിനെ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സോഫ്റ്റ് അയൺ കോറിന് എന്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്? നമ്മുടെ സോളിനോയിഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് എൻഹാൻസസ് കപ്പാസിറ്റി ഓഫ് എ സോളിനോയിഡ് വി ക്യാൻ സേ. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ സെയിം നമ്മളൊരു സ്വിച്ചും ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്നു, ചുറ്റും എന്ത് പ്ലേസ് ചെയ്യുന്നു? കോമ്പസുകൾ പ്ലേസ് ചെയ്യണം. എന്നിട്ട് കറണ്ട് കടത്തി വിടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ വച്ചിരുമ്പോ അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ കോർ വെക്കുമ്പോൾ എന്താണ് കപ്പാസിറ്റി കൂടുക എന്ന് പറഞ്ഞല്ലേ? സോ ഡെഫിനറ്റ്ലി ഈ കോമ്പസിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇറ്റ് മീൻസ് അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി അടുത്തത് നോക്കുക. അടുത്തത് നമ്മൾ ഇവിടെ നേരത്തെ വെച്ചത് ഒരു അത്ര വലുപ്പമൊന്നും ഇല്ലാത്ത, വണ്ണമില്ലാത്ത ഒരു കുഞ്ഞ് പച്ചിരുമ്പായിരുന്നു അല്ലേ? ഇനി രണ്ടാമത്തെ കേസിൽ നോക്കി ഇച്ചിരി വണ്ണം കൂടിയിട്ടുള്ളതിനെ നമ്മൾ വെച്ചു അല്ലേ? കുറച്ച് ഏരിയ കൂടിയിട്ടുള്ളതിനെ നമ്മൾ വെക്കുകയാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ അവിടെ അഗെയിൻ ദ സ്ട്രെങ്ത്, അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ കപ്പാസിറ്റി കൂടുകയാണ് അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂടുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ആ കോമ്പസുകളിലുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് കൂടുകയാണ്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ടേൺസ് മാറ്റിയിട്ട് നോക്കി. സോഫ്റ്റ് അയൺ കോർ തന്നെ രണ്ട് ടൈപ്പിലുള്ളത് വെച്ച് നോക്കി അല്ലേ? കുറച്ച് ഏരിയ കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ളത് വെച്ച് നോക്കി. ഇനി അടുത്ത് നമ്മൾ പറയുന്നത്, നമ്മൾ ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡിനെ നമ്മൾ റൈറ്റ് ഹാൻഡിൽ പിടിച്ചിട്ട് നമ്മളുടെ ഫിംഗേഴ്സിനെ കറണ്ട് പോകുന്ന ഡയറക്ഷനിലേക്ക് വെക്കുകയാണെങ്കിൽ നമ്മുടെ തമ്പ് എന്തിനെയായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക? സോളിനോയിഡിന്റെ നോർത്ത് പോളിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക എന്ന് പറയുന്നത്. നമ്മുടെ ഈ സോളിനോയിഡും അതുപോലെ തന്നെ നമ്മുടെ ബാർ മാഗ്നറ്റും അവർ ഏകദേശം സിമിലർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുക, ഇൻക്ലൂഡിങ് അവരുടെ മാഗ്നറ്റിക് ഫീൽഡ്. അവിടെ നമ്മൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുമല്ലോ, ആ ക്രിയേറ്റ് ചെയ്യുന്ന ലൈൻസിൻ്റെ സ്ട്രക്ചർ, ആ ഒരു ഫോർമേഷൻ വരെ സെയിം ആയിരിക്കും.
അപ്പോൾ നമുക്ക് കാണാം ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മുടെ ഫിംഗേഴ്സ് നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പിടിക്കുകയാണെങ്കിൽ കേൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തമ്പ് പോയിന്റ് ചെയ്യുന്നത്, ആസ് യു ക്യാൻ സീ ഇൻ ദ ഫിഗർ, ദ തമ്പ് എന്തിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക, നോർത്ത് പോളിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ട്. ഇത് എന്തിൻ്റെ ഡയറക്ഷനാണെന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ തമ്പ് കാണിക്കുന്നത് എന്തായിരിക്കും, നോർത്ത് പോളിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി എന്തൊക്കെയാണ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് മാഗ്നറ്റിക് സ്ട്രെങ്ത്തിനെ, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന മാഗ്നറ്റിക് സ്ട്രെങ്ത്തിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു, ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കണ്ടക്ടർ പെർ യൂണിറ്റ് ലെങ്ത്, എത്ര ടേൺസ് ഉണ്ട്, ആ ടേൺസിന്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യും, റൈറ്റ്. പിന്നെ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ സോളിനോയിഡിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട്, ആ കറണ്ടും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, സോഫ്റ്റ് അയൺ കോറിന്റെ ഏരിയ. ഓക്കെ, അപ്പോൾ എന്താണ്, ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ സോളിനോയിഡിൽ കൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ എമൗണ്ട് കൂട്ടിയാലും എന്ത് തന്നെ സംഭവിക്കും. ഇപ്പോൾ ആ ഫസ്റ്റ് സോളിനോയിഡ് എടുക്കാണ്, അതിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യം ഒരു 10 ആംപിയർ കറണ്ടാണ് പോയിരുന്നത്. അപ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി, ഡിഫ്ലക്ഷൻ ഉണ്ടായി. ഇനി ഞാൻ 20 ആംപിയർ കറണ്ട് ഞാൻ ഡബിൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഡെഫിനറ്റ്ലി അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടും, അപ്പോൾ ഡിഫ്ലക്ഷനും എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റ്സ് ആർ ദ ഡിവൈസസ് ദാറ്റ് ക്രിയേറ്റ് മാഗ്നറ്റിക് ഫീൽഡ് യൂസിങ് ഇലക്ട്രിസിറ്റി. നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ മാത്രം മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഡിവൈസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെർമനന്റ് മാഗ്നറ്റ്സ് ആയിരിക്കുമോ, വിൽ ദേ ബി പെർമനന്റ് മാഗ്നറ്റ്സ് ആയിരിക്കുമോ, ഒരിക്കലും അല്ല. ഒരു പെർമനന്റ് മാഗ്നറ്റ്സ് അല്ല, ദേ ആർ ടെമ്പററി ഇൻ നേച്ചർ. അവരെന്ത് മാഗ്നറ്റ്സ് ആണ്, ടെമ്പററി മാഗ്നറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ കറണ്ട് കടത്തി വിടുന്ന സമയത്ത് മാത്രമാണ് അവർ എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നത്, മാഗ്നറ്റ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ദേ ഹാവ് ദിസ് നെയിം ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി സി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബാർ മാഗ്നറ്റ് ആൻഡ് കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ്. ഓക്കെ, എന്താണ്, മാഗ്നറ്റിസം ഈസ് പെർമനന്റ്. ബാർ മാഗ്നറ്റിന്റെ കേസിൽ മാഗ്നറ്റിസം പെർമനന്റ് ആണ്, ഫിക്സ്ഡ് ആണ് അല്ലേ. പക്ഷെ ഇവിടെ എന്താണ്, മാഗ്നറ്റിസം എന്ന് പറയുന്നത് ടെമ്പററി ആണ്. മാഗ്നറ്റിസം ഈസ് ടെമ്പററി. ദാറ്റ് മീൻസ് എന്ത് സംഭവിക്കും മാഗ്നറ്റിസത്തിന്, അതിന് നമ്മൾ കൊടുക്കുന്ന കറണ്ടിന്റെ സ്ട്രെങ്ത്, സോളിനോയിഡിന്റെ ടേൺസിന്റെ സ്ട്രെങ്തിനെ, അതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ് അയൺ കോറിന്റെ വലിപ്പത്തിനെ ഒക്കെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കറണ്ട് ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് അതോടുകൂടി ഇല്ലാതാവും. കറണ്ട് വേണോ അതിനല്ലേ, അപ്പോൾ അത് ടെമ്പററി ആണ്. ഇനി മാഗ്നറ്റിക് സ്ട്രെങ്ത് ക്യാൻ ബി വാരിഡ്, സ്ട്രെങ്ത് വാരി ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞു, കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, സോഫ്റ്റ് അയൺ കോറിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും വെച്ച് മാറ്റാൻ പറ്റുമോ, ഒരു കല്ലുമിട്ട് ഉരച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിസം മാറുമോ, അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുമോ, ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ്, മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, മാഗ്നറ്റിക് സ്ട്രെങ്ത് പെർമനന്റ് ആണ് അല്ലേ, മാഗ്നറ്റിക് സ്ട്രെങ്ത് പെർമനന്റ് ആണ്. ഇനി പൊളാരിറ്റി കനോട്ട് ബി ചേഞ്ച്ഡ്. ശരിയാണ്, ഇവിടെ ഈ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാൻ പറ്റുമോ, ഇല്ല. അവിടെ എന്താണ്, പൊളാരിറ്റി കനോട്ട് ബി ചേഞ്ച്ഡ്. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൊളാരിറ്റി ക്യാൻ ബി ചേഞ്ച്ഡ്. എങ്ങനെ മാറ്റാൻ പറ്റും, ഇവിടെ ഈ കറണ്ടിന്റെ ഡയറക്ഷനെ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഈ കറണ്ടിന്റെ ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവിനെ നമ്മൾ ടേൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പൊളാരിറ്റി മാറും. ഓക്കെ, ഇനി നോക്ക്, ഈ നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്, മാഗ്നറ്റിക് റെസൊണൻസ് സ്കാനിങ് അല്ലെങ്കിൽ MRI സ്കാനിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ MRI സ്കാനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡുകളെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ എന്താ ചെയ്യുന്ന, പേഷ്യൻസിനോട് ഈ MRI സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് ഓർണമെന്റ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറയും. കാരണം അവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡും അറ്റ് ദ സെയിം ടൈം ഈ ഓർണമെന്റ്സും തമ്മിൽ, മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓർണമെന്റ്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻ അവിടെ ഇല്ലാതാക്കി അത് കാരണം ഉണ്ടാകുന്ന ആക്സിഡൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, ആ ഓർണമെന്റ്സ് റിമൂവ് ചെയ്യാൻ പറയുന്നത്. സിൻസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ MRI സ്കാൻ ഇസ് വെരി സ്ട്രോങ്, മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആൻഡ് മേ കോസ് ആക്സിഡൻസ്. എന്തിന് കാരണമാവും, അത് ആക്സിഡൻസ് ഉണ്ടാവാൻ വരെ കാരണമാവും. ഓക്കെ, ദ പ്രസൻസ് ഓഫ് അതർ മെറ്റൽ റെഡ്യൂസസ് ദ ആക്യുറസി. പിന്നെ അത് മാത്രമല്ല, ഈ സ്കാനിങ്ങിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ടും കിട്ടണം. അപ്പോൾ വേറെ മെറ്റൽസിന്റെ പ്രസൻസ് എന്ന് പറയുന്നത് ആ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടിനെ മാനിപ്പുലേറ്റ് ചെയ്യും.
മാറ്റും. അപ്പോൾ നമുക്ക് എന്താ അതൊന്നും വേണ്ട, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടണ്ടേ. സോ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഓർണമെന്റ്സ് മെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാം റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ എന്തിന് പോകാനായിട്ട്, MRI സ്കാനിങ്ങിന് പോകാനായിട്ട്. ഇഫ് ദർ ഇസ് എ മാഗ്നറ്റിക് ഷീൽഡിംഗ് മെയ്ഡ് ഓഫ് അയൺ ഷീറ്റ്, ദ മാഗ്നറ്റിക് ഫ്ലക്സ് നൈദർ ഫ്ലോസ് ഔട്ട് ഓർ നോർ കോസ് എനി ആക്സിഡൻസ്. ഒരു അയൺ ഷീൽഡ് കൊണ്ട് ഉണ്ടാക്കി, അയൺ ഷീറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷീൽഡ് ഉണ്ടെങ്കിൽ അവിടെ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് പുറത്തേക്ക് പോവാതിരിക്കാനും അതുപോലെ തന്നെ ആക്സിഡൻസ് അവോയ്ഡ് ചെയ്യാനുള്ളൊരു ഒരു ഷീൽഡ് നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയണത്. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക്സ് ഉപയോഗിക്കുന്ന കുറച്ച് കേസസ് ആണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് ദാറ്റ് യു ക്യാൻ സി ക്രെയിൻസ് യൂസിങ് ഇലക്ട്രോ മാഗ്നറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ക്രെയിനുകളുണ്ട്. പിന്നെ അപ്പം നമുക്ക് എന്താ ഈ സ്ക്രാപ്പൊക്കെ കൂട്ടിയിട്ടിട്ടുള്ള വേസ്റ്റുകൾ കൂട്ടിയിട്ടിട്ടുള്ള സ്ഥലത്ത് നിന്ന് മിക്സ് ആയിരിക്കുമല്ലോ എല്ലാം കൂടെ കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മെറ്റൽ പാർട്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് ക്രെയിൻ അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മെറ്റൽസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അതുപോലെ അട്രാക്ട് ചെയ്ത് വയ്ക്കാൻ റിമൂവ് ദം. ഓക്കെ, പിന്നെ മാഗ്ലവ് ട്രെയിൻസ്, ദെൻ MRI സ്കാനർ, പിന്നെ ഇലക്ട്രിക് മോട്ടർ, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇലക്ട്രോ മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നതിന് കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ യു ക്യാൻ സേ ഇൻ ദ കമൻറ്റ്സ്. അപ്പോൾ സീ യു, ബൈ.